ഇന്നത്തെ ഈ ഞായറാഴ്ചയിൽ നമ്മൾ ഓർക്കേണ്ട കുറേ അധികം ആളുകളുണ്ട്. മറ്റൊന്നുമല്ല, പിറക്കാതെ പോയ കുറേ ജീവനുകളുണ്ട്. ഇയാളുടെ കയ്യിരിപ്പ് കാരണം പൊലിഞ്ഞുപോയ കുറേ ഭ്രൂണങ്ങളായി പൊലിഞ്ഞുപോയ കുറേ ജീവനുകൾ. ആ ജീവനുകളെയൊക്കെ ഇന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. 3 കേസുകളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. നേരത്തെ അതിനപ്പുറമുള്ള കേസുകൾ പലതും നമ്മുടെ മുന്നിൽ വേറെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്, പരാതികളില്ലാതെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കേണ്ടതാണ്. ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുലിനെതിരെ ആദ്യത്തെ പീഡന പരാതി നൽകിയ അതിജീവിത വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോഴും തനിക്ക് ധൈര്യം നൽകിയ ദൈവത്തിന് നന്ദിയെന്നും അതിജീവിത ഫേസ്ബുക്കിൽ കുറിച്ചു. മാനസ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി എന്നോടൊപ്പം ചേരുന്നുണ്ട്. മാനസ, ഇന്നത്തെ ദിവസം അവരെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവരുടെ പരാതിയിൽ അല്ലെങ്കിൽ പോലും മറ്റൊരു പരാതിയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഏറ്റവും നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഘട്ടത്തിലാണ് ആദ്യ പരാതി നൽകിയ അതിജീവിത പ്രതികരണവുമായി വന്നിരിക്കുന്നത്, അല്ലേ? അതായത് ആദ്യ പരാതി വരുന്നത് ഏകദേശം നവംബർ മാസത്തിലാണ്. നവംബർ 27 കൂടിയാണ് ആദ്യ പരാതി മുഖ്യമന്ത്രിക്ക് അതിജീവിത നൽകുന്നത്, അല്ലെങ്കിൽ ആദ്യ അതിജീവിത നൽകുന്നത് എന്നുള്ളതാണ്. ആ അതിജീവിതയുടെ തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റും അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് സ്റ്റോറികളുമാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതായത് പിറക്കാതെ പോയ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ദൈവത്തിനോടൊക്കെയും തന്നെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. മാത്രമല്ല, അത്തരത്തിൽ ആദ്യ പീഡനം നേരിട്ട അല്ലെങ്കിൽ ആദ്യ അതിജീവിത ഇത്തരത്തിലൊരു പരാതി കൊടുത്തതിന് പിന്നാലെയാണ് മറ്റുള്ള പെൺകുട്ടികളും ഇതേ രീതിയിൽ സമാന അനുഭവം നേരിട്ട മറ്റു പെൺകുട്ടികളും പരാതിയുമായി രംഗത്തെത്തിയത്. അത് തീർച്ചയായും മറ്റുള്ള കേസുകൾ, അതായത് എത്രത്തോളമാണ് രാഹുൽ ഈ പെൺകുട്ടികളോട് സമീപിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരോടും ഒരേ രീതിയിൽ ക്രൂരമായ മനോഭാവം അല്ലെങ്കിൽ ക്രൂരമായ പീഡനമൊക്കെയും തന്നെ നടത്തുമ്പോൾ അതൊക്കെയും തന്നെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കൂടി കൊടുക്കുന്ന രീതിയിലായിരുന്നു ആദ്യ പരാതി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ 3ാമത്തെ പരാതി എത്തി നിൽക്കുമ്പോഴും നമ്മൾ കാണുന്നത്. 3ാമത്തെ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ആദ്യ പരാതി നൽകിയ അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക്, അതായത് ഇതേ അനുഭവം നേരിടുന്ന പെൺകുട്ടികൾക്ക് കൂടിയുള്ള ഒരു പ്രചോദനവും ധൈര്യവും പകരുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് കൂടി തന്നെയാണ്. വീണ്ടും ഈ പോസ്റ്റുകളൊക്കെയും തന്നെ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരത്തിൽ പിറക്കാതെ പോയ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇരയാക്കപ്പെട്ട അതിജീവിതമാരായി തുടരുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇനിയും രംഗത്തേക്ക് വരാനുണ്ട് എന്ന കാര്യം കൂടിയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്.